പശ്ചിമ ബംഗാളിലെ നടി ശ്രീലേഖ മിത്രയുടെ ആരോപണത്തിന് പിന്നാലെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിന്റെ രാജിക്കായി സമ്മർദ്ദം ഉയരുന്നു. കേസെടുത്ത് അന്വേഷണം നടത്തണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട്. രഞ്ജിത്തിനെ പുറത്താക്കണമെന്നാണ് CPIയും പറയുന്നത്. ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന്. ഗുഡ് മോർണിംഗ് ശ്രീകാന്ത്, പറയൂ. വെരി ഗുഡ് മോർണിംഗ് എസ്കേൻ. ഈ രഞ്ജിത്തിനെതിരെ, സംവിധായകൻ രഞ്ജിത്തിനെതിരെ ബംഗാളി നടി ശ്രീലേഖ മിത്രയുടെ ആക്ഷേപം അത് ഇന്നലെയാണ് പുറത്തു വന്നത്. ആ സംഭവത്തെ, ആ ആരോപണത്തെ നിഷേധിച്ചുകൊണ്ട് സംവിധായകൻ രഞ്ജിത്തും രംഗത്തെത്തുകയുണ്ടായി. പക്ഷേ അപ്പോഴും നിലവിലിപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ആവശ്യമെന്ന് പറയുന്നത് രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്തുനിന്നും മാറി നിൽക്കണം എന്നുള്ളതാണ്. ഇന്നലെ കെ സുധാകരൻ KPCC അധ്യക്ഷൻ ഈ ആവശ്യം ആദ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ പുറത്താക്കണം എന്നുള്ളതാണ് KPCC അധ്യക്ഷന്റെ നിലപാട്. ഇതൊരു സിനിമാ പ്രശ്നം എന്ന വിഷയത്തിനപ്പുറം ഒരു രാഷ്ട്രീയ നിറം കൂടി ഇതിന് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. യൂത്ത് കോൺഗ്രസ് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നു ഈ സംവിധായകൻ രഞ്ജിത്തിനെതിരെ എന്നുള്ളതാണ് ഏറ്റവും പുതിയ അപ്ഡേഷൻ. അതായത് അദ്ദേഹത്തിനെതിരെ, ഈ ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിനെതിരെ കേസെടുത്ത് അന്വേഷിക്കണം എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസിന്റെ നിലപാട്. പക്ഷേ ഇന്ന് മന്ത്രി സജി ചെറിയാന്റെ പ്രതികരണം ഈ വിഷയത്തിൽ വന്നത്, ഏതെങ്കിലും ഒരു ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കാനാകില്ല, അന്വേഷണം നടത്താനാകില്ല. പരാതി തന്നാൽ അന്വേഷിക്കാം, കേസെടുക്കാം, നടപടിയെടുക്കാം. ഇതാണ് മന്ത്രി തന്നെ വ്യക്തമാക്കിയത്. പക്ഷേ അപസ്വരം, ഭിന്നസ്വരം മുന്നണിക്കുള്ളിൽ തന്നെ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അല്പസമയം മുമ്പ് ആനിരാജ സംസാരിച്ചപ്പോൾ, 24നോട് സംസാരിച്ചപ്പോൾ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം രഞ്ജിത്തിനെ മാറ്റി നിർത്തിക്കൊണ്ട് വേണം അന്വേഷണം ഉണ്ടാകേണ്ടത് എന്നുള്ളതാണ്. അദ്ദേഹത്തിനെതിരെ നടപടി ഉണ്ടാകണം എന്നുള്ളതാണ്. അതായത് CPI ഈ വിഷയത്തിൽ ഒരു ടഫ് സ്റ്റാൻഡിലേക്ക് പോകുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതായത് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട രഞ്ജിത്തിനെ, അദ്ദേഹത്തിന്റെ രാജിയിലേക്ക് കാര്യങ്ങൾ എത്തട്ടെ എന്നുള്ളതാണ് CPIയുടെ ഒരു സ്റ്റാൻഡ്. ഇന്ന് മന്ത്രി R ബിന്ദുവിനോടും നമ്മൾ എറണാകുളത്ത് വെച്ച് സംസാരിച്ചിരുന്നു. ആരെയും സംരക്ഷിക്കാൻ ശ്രമിക്കില്ല, സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള നടപടികൾ ഉണ്ടാകണം എന്നാണ് അവരും പറഞ്ഞത്. CPMലെ വനിതകളായ നേതാക്കൾക്കും ഒരു പക്ഷേ ഈ എതിർ നിലപാടുണ്ട് എന്ന് വേണം മനസ്സിലാക്കേണ്ടത്. R ബിന്ദുവിന്റെ പ്രതികരണത്തെ പോലും നമ്മൾ ആ രീതിയിൽ കാണണം. അവര് ഈ മന്ത്രി സജി ചെറിയാൻ പറഞ്ഞതുപോലെ രഞ്ജിത്തിനെ സംരക്ഷിച്ചല്ല സംസാരിച്ചത്, നേരെ മറിച്ച് നടപടി ഉണ്ടാകണം എന്നാണ് പറഞ്ഞത്. അക്കാര്യത്തിൽ സർക്കാർ തീരുമാനമെടുക്കുമെന്നും മന്ത്രി R ബിന്ദു പറയുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ LDFനുള്ളിൽ തന്നെ ഇത് സിനിമാ വിഷയത്തിനപ്പുറം ചലച്ചിത്ര അക്കാദമി ചെയർമാനെതിരെ സർക്കാരിൻ്റെ കൂടി നോമിനിയായുള്ള ആൾക്കെതിരെ ഒരു ആരോപണം ഉയർന്ന പശ്ചാത്തലത്തിൽ മുന്നണിക്കുള്ളിൽ തന്നെ ഭിന്നത ഉയർന്നിരിക്കുന്നു. അതിൽ CPI കടുകട്ടി നിലപാടെടുക്കുന്നു. CPIMനുള്ളിലെ വനിതാ നേതാക്കൾ അവർ പരസ്യമായി തന്നെ പറഞ്ഞില്ല എങ്കിലും പരോക്ഷമായി സൂചിപ്പിക്കുന്നത് രഞ്ജിത്തിനെതിരെ നടപടി വേണമെന്നാണ്. പ്രതിപക്ഷ യുവജന സംഘടനകൾ സമരത്തിലേക്ക്, പ്രത്യക്ഷ സമരത്തിലേക്ക് നീങ്ങുന്നുണ്ട്. സിനിമാ മേഖലയിലുള്ളവർ രഞ്ജിത്തിനെതിരെ നടപടി വേണമെന്ന് ഇതിനോടകം പല ആളുകൾ ആവശ്യപ്പെട്ടു. സാന്ദ്ര തോമസിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇതിനോടകം വന്നിട്ടുണ്ട്. അവരതിൽ പറയുന്നത് മന്ത്രി സജി ചെറിയാൻ തന്നെ രാജിവെക്കണം എന്നുള്ളതാണ്. അതായത് രഞ്ജിത്തിനെ സംരക്ഷിച്ച് സംസാരിച്ച മന്ത്രി രാജിവെക്കണം എന്നാണ് സാന്ദ്ര തോമസ് കൂടി ഇപ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റ് വഴി പറയുന്നത്. അതായത് രഞ്ജിത്ത് ഏറെക്കുറെ ഒറ്റപ്പെടുന്നു, രാജിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാനുള്ള ശ്രമം നടക്കുന്നു എന്ന് തന്നെ അനുമാനിക്കാം. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേർന്നത്